നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലും താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പേരയിൽ ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേരയില ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിന്ന് പേരയില ഇല്ലാതെയും പാക്ക് ചെയ്യാം. അത് പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് തളിരില കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്കിന്ന് അത്ര തളിരിലയൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൂത്ത ഇലയാണ് കേട്ടോ ഞാൻ പറിക്കുന്നത്. തളിരില കിട്ടുമെങ്കിൽ തളിരില എടുക്കുക, അല്ലെങ്കിൽ മൂത്ത ഇലയായാലും കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പുറമെയൊക്കെ താമസിക്കുന്നവർക്ക് ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ അലവേറ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ വീഡിയോയിൽ ഞാൻ വിട്ടുപോയി കേട്ടോ പറയാൻ. കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറയൂ കേട്ടോ, പേരയില ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ പാക്ക് തയ്യാറാക്കാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വലിയ സുഖമില്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് പുറം ഒന്ന് വിലങ്ങിയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് മസിൽ പിടിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അഹങ്കാരാന്ന് വിചാരിക്കരുത്. അപ്പോൾ തളിരിലയൊന്നും ഇല്ല, മൂത്ത ഇല തന്നെ പറക്കട്ടെ കേട്ടോ. ഒരുപാട് ഇലയൊന്നും ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ ഇല മതിയാവും കേട്ടോ. പേരയില ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. പേരയില നമ്മൾ പാക്ക് അല്ലാതെയും നമ്മൾ പേരയില വെള്ളമൊക്കെ തിളപ്പിച്ച് ഉപയോഗിക്കില്ലേ, ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ പിന്നെ പേരയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്നത്തെ പാക്കിൽ നിങ്ങൾ എന്തായാലും പേരയില ഉപയോഗിക്കുക. പേരയില ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയിലയില്ലേ, മുരിങ്ങയില ഏറ്റവും നല്ലതാണ്. ഈ സമയത്ത് മുരിങ്ങയില ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ മുരിങ്ങയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയില ഉപയോഗിക്കാം. മുരിങ്ങയില അല്ലെങ്കിൽ പേരയില, ഇത് രണ്ടും ഇല്ലെങ്കിൽ രണ്ടും സ്കിപ്പ് ചെയ്യാം. അതിന് പകരമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഞാനൊരു ഇത്ര അളവൊന്നുമില്ല, ഒരു 5-8 പേരയില ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പേരയിലെല്ലാം ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് പിച്ചിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പേരയില വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഉള്ളി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഉള്ളി ഇല്ലയെന്നാണെങ്കിൽ പിന്നെ സവാള ഉപയോഗിക്കാം. വലുതാണെങ്കിൽ ഒരു കഷ്ണം ഉപയോഗിക്കാം. ചെറുതാണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് താരൻ മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ചെറിയ ഉള്ളി ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. തൈര് നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലായിട്ട് അല്ലെങ്കിൽ തേങ്ങ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചേർത്തുള്ള തൈരില്ലേ, അത് ചേർത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പാക്കിൻ്റെ അളവ് അരിച്ചെടുത്ത് വരുമ്പോൾ കുറഞ്ഞ അളവിലാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു അളവിൽ മതി കേട്ടോ. നമുക്കിന്ന് മുടിയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രമാണ് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് പാക്ക് മതി. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്കിൽ നമ്മൾ പേരയില ചേർത്ത കാരണം അത്യാവശ്യം ഒരു എന്താ പറയുക ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തേക്കുന്നത്. ഞാൻ കുറഞ്ഞ അളവിലെ ഓയിൽ എടുത്തിട്ടുള്ളൂ, അത്രമാത്രം തേച്ചാൽ മതി കേട്ടോ. കൂടിയ അളവിൽ തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാക്കിൽ തൈര് ചേർത്തിട്ടുണ്ടല്ലോ, തൈര് അല്ലെങ്കിൽ തേങ്ങ നിങ്ങൾ എന്തായാലും ചേർക്കണം. ഇത് രണ്ടും ചേർത്തിട്ടില്ല എന്നാണെങ്കിൽ അത്യാവശ്യം കൂടുതലായിട്ട് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ പേരയില ചേർക്കാതെയാണ്, പേരയില മുരിങ്ങയില ഒന്നും ചേർക്കാതെയാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ പിന്നെ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഓയിലി ഫീൽ എന്തായാലും അവിടെ ഉണ്ടാവും കേട്ടോ. മുരിങ്ങയിലയും പേരയിലൊക്കെ അത്യാവശ്യം നമ്മുടെ മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനിതാ കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ തേച്ചില്ല കേട്ടോ, കുറഞ്ഞ അളവിൽ മാത്രം തേച്ചാൽ മതി. ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഞാനിത് അവിടെ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കോട്ടണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തേക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. കൈ കൊണ്ട് തേക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, സ്കാൽപ്പിൽ എല്ലായിടത്തും ആവണമെന്ന് മാത്രമേ ഉള്ളൂ. കയ്യിൽ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ ഉപയോഗിച്ച് തേക്കുക. അതാകുമ്പോൾ നമുക്ക്
സ്കാൽപ്പിൽ ഇങ്ങനെ എല്ലായിടത്തും നോക്കിയിട്ട് തേക്കാൻ വേണ്ടി പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ താരൻ്റെ പ്രശ്നമുള്ളത് അവിടെയൊക്കെ കൂടുതലായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, താരൻ്റെ കാര്യം കേട്ടോ. താരൻ ഒരു പകുതിയോളം നമുക്ക് ഒരുപാട് താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്, എനിക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേരയില ഇല്ലെങ്കിൽ പിന്നെ മുരിങ്ങയില ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളിയും തൈരും മാത്രമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ചെറിയ ഉള്ളി അങ്ങനെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും തൈര് ഉപയോഗിച്ച് ചെയ്യുക. തൈര് പറ്റാത്തവരാണെങ്കിൽ തേങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പേരയിലയും പിന്നെ മുരിങ്ങയിലയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. നെറ്റി കയറൽ പ്രശ്നമുള്ളവർക്ക് അവിടെയൊക്കെ പുതിയ മുടികൾ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. എൻ്റെ നെറ്റി നോക്കണ്ട, എൻ്റെ നെറ്റി പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിയാണ്. അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിയിൽ നമുക്ക് ഒരിക്കലും പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം എൻ്റെയൊക്കെ ഈ നെറ്റിയിൽ എത്ര ഞാൻ തേച്ച് കുടിച്ചിട്ടും കാര്യമില്ല, അവിടെ എന്തായാലും മുടി വളരില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയവരാണെങ്കിൽ അവിടെ നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ കുഞ്ഞു പുതിയ മുടികൾ വളരും കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ പാക്ക് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. പക്ഷെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആഴ്ചയിൽ 1-2 തവണ, അതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രം നിങ്ങൾ തേച്ചാൽ മതി. പിന്നെ നമ്മൾ തേക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ മാത്രം തേക്കരുത് കേട്ടോ, നിങ്ങൾ മുടിയുടെ ബാക്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ തേക്കണം. ആരെങ്കിലുമൊക്കെ തേച്ച് തരാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കാൻ വേണ്ടി പറ്റൂട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും നോക്കിയിട്ടൊക്കെ തേക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹെയറിന് റീഗ്രോത്ത് തരാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. പിന്നെ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാവും മുടി നരയ്ക്കുമോ എന്നുള്ളത്. അങ്ങനെ ഉള്ളി ഉപയോഗിച്ചുകൊണ്ട് മുടി നരയ്ക്കില്ല. പക്ഷെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നത്, അടുപ്പിച്ച് ഉള്ളി നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കുക. എന്നിട്ട് മുടി നമുക്ക് കെട്ടിവെക്കാം കേട്ടോ. കെട്ടി വെച്ച് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുടി കഴുകുന്നത് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പുറമൊക്കെ വിലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കഴുകുന്നത് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് കഴുകേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. പേരയിലെയും മുരിങ്ങയിലെയും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി എന്താ പറയുക, മുടിയിൽ അങ്ങനെ ഓയിലി ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മുടി നന്നായിട്ട് ക്ലീൻ ആവാനും അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയാൽ മതി. പിന്നെ നിങ്ങൾ തൈരും പിന്നെ ഉള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ഹെയർ കെയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മുടിയൊക്കെ ഒന്ന് ചീകി ഹെയർ സെൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്ത് മുടിയിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്തിട്ട് കെട്ടിവെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ രാവിലെയും ചെയ്യുന്നത്. മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ എന്നൊക്കെ പറയുമ്പോൾ വലുതായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നാളത്തെ ദിവസം നമ്മുടെ ചലഞ്ചിൽ 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം നമുക്ക് വീഡിയോ ഇല്ല, നമ്മൾ മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിൽ മുടി കഴുകാം. മുടി കഴുകുന്നില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.